അതൊരു ഫോറിൻ കറൻസി വയലേഷൻ എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ നമുക്കിനി കോടതിയിൽ വരുമ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഗ്യാരണ്ടി കൊടുത്ത 60,102 കോടി രൂപ നമുക്ക് മസാല ബോണ്ട് വഴി തരുമ്പം അതിനൊരു ഗ്യാരണ്ടി കൊടുക്കണം. ഒന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് കടത്തി മുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഗ്യാരണ്ടി അവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ മോട്ടോർ വെഹിക്കിൾസിന്റെ ടാക്സിൽ നിന്ന് ഒരു 5-10 പൈസ വെച്ച് പിടിക്കാം. ഫ്യൂവൽ ടാക്സ് നമുക്ക് ഇവിടെ പെട്രോള്, ഡീസല്, ഗ്യാസ് ഇതിൻ്റെയൊക്കെ ഫ്യൂവലിൻ്റെ ടാക്സിൽ ഒരു ചെറിയ ശതമാനം. അങ്ങനെ ദൈനംദിന പണം വന്നുകൊണ്ടിരിക്കും. അതുപോലെ വാഹനങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾസും അതുപോലെ വാഹനങ്ങൾ മാത്രമല്ല അതിൻ്റെ ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ 5-10 പൈസ വെച്ച് അതിൽ നിന്ന് പിടിച്ചിട്ട് അവരിൽ നിന്ന് എടുക്കുന്ന ലോൺ അടച്ചു തീർക്കും. അത് അവർ സാറ്റിസ്ഫൈഡ് ആയി. അത് കൃത്യമായിട്ട് ഇതിൻ്റെ കണക്ക് കാണിച്ചപ്പം അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അത് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് മസാല ബോണ്ടിൽ നിന്ന് പണം വരാനായിട്ട് തുടങ്ങി. അതാണ് ആദ്യത്തെ ഒരു ഫണ്ട് വന്നു.